ദൈവത്തെ കുരങ്ങ് കളിപ്പിക്കുന്ന ക്രിസ്തീയ വഷളന്മാർ. ഏവർക്കും സ്വാഗതം. ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് എൻ്റെ മനസ്സിലെ ഈ വിഷമം നിങ്ങളുമായി പങ്കിട്ടുകൊള്ളട്ടെ. ആദ്യമായി ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം, അതിൽ ദൈവത്തിന് കൊടുക്കുന്ന പണി എന്താണ് എന്ന് നമുക്ക് ഒരു വീഡിയോയിൽ കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. We pray for your continued blessing and favor to rest upon him. We pray for wisdom from heaven to flood his heart, his mind, and the Lord, you will guide him in these challenging times that we're facing today. Now, just to be clear, I am by no means bashing religion, but there is some. അപ്പോൾ ഈ പാസ്റ്ററുടെ പ്രധാനപ്പെട്ട ജോലി, അല്ലെങ്കിൽ പാസ്റ്റർ ദൈവത്തിന് കൊടുക്കുന്ന ജോലി, അമേരിക്കയും ഇസ്രയേലും കൂടെ ഇറാനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന, ഇപ്പോൾ സമൃദ്ധമായി തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ വിജയം ഉറപ്പാക്കുക. അതാണ് ദൈവത്തിന് കൊടുക്കുന്ന പണി. അപ്പോൾ ഈ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ട്രംപോ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളോ ദൈവത്തിൻ്റെ ഹിതം ആലോചിച്ചും മനസ്സിലാക്കിയിട്ടുമാണോ ഈ കാല് വെച്ചത് എന്നത് ഈ പൊട്ടൻ പാസ്റ്റർക്ക് ചോദിക്കാൻ സാധ്യമല്ല. ട്രംപ് അവൻ്റെ പണിക്ക് പോകും, അവൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും, അതിൻ്റെയൊക്കെ വിഴുപ്പ് വേണ്ടം താങ്ങാനും അവിടെയൊക്കെ ട്രംപിൻ്റെ വിജയം നിശ്ചയമാക്കാനുമാണ് ദൈവത്തിൻ്റെ ജോലി. ഇത്ര മാത്രമുള്ള വിവേകമേ ഈ കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുന്ന പാസ്റ്റർ എന്നോ പ്രെസ്ബിറ്റർ എന്നോ മെത്രാൻ എന്നോ കിത്രാൻ എന്നോ ഒക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ളൂ എന്ന് ദയവായി മനസ്സിലാക്കി. ദൈവത്തിൻ്റെ ജോലി നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധത്തിലെ വഴക്ക് തീർക്കുകയോ, അല്ലെങ്കിൽ രണ്ട് കൂട്ടങ്ങൾ നടക്കുന്ന തമ്മിലടി നിർത്തുകയോ, രണ്ട് രാജ്യങ്ങൾ നടക്കുന്ന യുദ്ധത്തിൽ ഇന്ന കക്ഷിക്ക് വിജയം നേടിക്കൊടുക്കുകയാണോ? ഇതാണ് ദൈവത്തിൻ്റെ ജോലി. ദൈവത്തെപ്പറ്റി ക്രിസ്ത്യാനികൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എത്രയോ ഭയഭക്തിയോടുകൂടെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് കാണുമ്പോൾ തൊലി ഉരിഞ്ഞു പോവുകയാണ്. ഈ ദൈവത്തിൻ്റെ അവസ്ഥ പരിതാപകരം തന്നെ. ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി റഫാൽ വിമാനം വന്നപ്പോൾ അതിനെ അനുഗ്രഹിക്കാനായി പൂർണ്ണ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് പോയ ഒരു കത്തോലിക്ക പുരോഹിതനുണ്ട്. അതായത് യുദ്ധവിമാനത്തെ സംരക്ഷിക്കുക എന്നാണ് യേശുക്രിസ്തുവിൻ്റെ ജോലി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതിനകത്ത് വെള്ളം പൂശിക്കഴിഞ്ഞാൽ പിന്നെ ശത്രുവിൻ്റെ ഒരു തന്ത്രവും ആ വിമാനത്തോട് ഫലിക്കുകയില്ല. കാരണം അതിൻ്റെ ചുമതല, സംരക്ഷണത്തിൻ്റെ ചുമതല യേശുക്രിസ്തു അങ്ങ് ഏറ്റെടുക്കും. കുരിശിൽ മരിച്ച യേശുവിന് ആകെപ്പാടെയുള്ള ജോലി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങളെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് സംരക്ഷിക്കുക എന്നാണ്. പക്ഷെ അത് നടന്നില്ല. സിന്ദൂർ ഓപ്പറേഷൻസിൽ ഇന്ത്യക്ക് വെളിയിലുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ നമ്മുടെ അനേക റഫാൽ വിമാനങ്ങൾ തകർന്നു പോയി. അത് നിശ്ചയമായും ഈ പൊട്ടൻ പാതിരി അനുഗ്രഹിച്ചു വിട്ട റഫാൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അവിടെയും യേശു പരാജയപ്പെട്ടു. ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൽ ക്രിസ്ത്യാനികളുടെ ദൈവം ഏതാണ്ട് പരാജയപ്പെടുന്ന ഒരവസ്ഥയിലാണ്. കാരണം ബോംബിൻ്റെയും വിമാനത്തിൻ്റെയും മിസൈലിൻ്റെയും ഒന്നും ശക്തി വേണ്ടതുപോലെ ഫലിക്കുന്നില്ല. അത് വേണ്ടതുപോലെ ഫലിക്കാനും അത് ഉദ്ദിഷ്ട സ്ഥലത്ത് തന്നെ ചെന്ന് വീഴുവാനുമായിട്ടുള്ള ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്കൽ സെൻ്ററായി ക്രിസ്തു പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കഴിവ് ക്രിസ്തുവിനെല്ലാം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പം ഇങ്ങനെ ഒരു മുൻപോട്ട് പോയാൽ ഇത് മാത്രമാണ് ദൈവത്തിൻ്റെ ജോലി എന്ന സങ്കല്പത്തിൽ നാം നമ്മുടെ മതജീവിതത്തെ ആവിഷ്കരിച്ചാൽ യാതൊരു സംശയം വേണ്ട. സാമാന്യ ബുദ്ധികൾ പറയും ഈ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. അതൊക്കെ എത്രയോ നല്ലതാണ്. ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് വല്ല കപ്പ നടുകയോ ചേന നടുകയോ എല്ലാം ചെയ്യുന്നത്. കാരണം ഒരു പ്രയോജനവുമില്ല. ട്രംപിൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? കാരണം ദൈവം
ഈ ഉച്ചനീചത്വങ്ങളുടെ ദൈവമാണ്, പക്ഷാഭേദത്തിന്റെ ദൈവമാണ്, വലിയവന്റെ പ്രാർത്ഥന പ്രയോറിറ്റി വെച്ച് കേൾക്കുന്ന ദൈവമാണ്. പിന്നെ വലിയവന്റെ കൂടെയാണ് എപ്പോഴും മെത്രാൻ ചേർന്ന് നിൽക്കുന്നത് എന്നതുകൊണ്ട് വലിയവന്റെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ വീര്യമുണ്ടാകും. ഇങ്ങനെയുള്ള വളരെ വളരെ ഉന്നതമായ ചിന്തയിലാണ് നാം ദൈവത്തെ, ക്രിസ്ത്യാനികൾ ദൈവത്തെ മനസ്സിലാക്കുക. മറ്റുള്ളവരെ പറ്റി പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഇത് കണ്ട് 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 മടുത്തിട്ടാണ് അയ്യോ ഇത് വയ്യായേ എന്നൊരവസ്ഥയിലേക്ക് ഞാൻ ആയിപ്പോയി. ഇനിയും വേറൊരു ചെറിയ ദൃശ്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇത് വളരെ മനോഹരമാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാകും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ പാരട്ടെ. സാറിനെ വീണ്ടും ആ സംഖ്യ കർത്താവ് എന്നെ എഴുതി കാണിക്കുക. 23,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം, 23,000-ലധികം, 23,000 അല്ല അതിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു വൻ വിജയം, ശത്രുക്കളുടെ മേലൊരു വിജയം. ഓ താങ്ക് യു ലോർഡ് ജീസസ്. സഹോദരങ്ങളെ, ഈ യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തി ലജ്ജിച്ചു പോകത്തില്ലെന്ന് എത്ര പേർ സമ്മതിക്കും? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ സാറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ അവസ്ഥ. ഇനിയും ഈ മൊണ്ണ പാസ്റ്റർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് ശത്രുക്കളുടെ മേൽ വിജയം ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ പാസ്റ്റർക്കയുടെ പേരെന്താണെന്നും എനിക്കറിയില്ല, അറിയാൻ താല്പര്യമാണ് അല്പം പോലുമല്ല. ഈ മൊണ്ണയ്ക്ക് അല്പമെങ്കിലും വിവരമുണ്ടായിരുന്നെങ്കിൽ അയാൾ പ്രാർത്ഥിക്കേണ്ടത് മന്ത്രി ഗണേഷ് കുമാറിന് ശത്രുക്കളുടെ മേൽ ജയം ഉണ്ടാകണമെന്നല്ല, പെണ്ണുങ്ങളുടെ മേൽ വിജയം ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് പറയാനുള്ള ആർജവം ഈ മതക്കഴുതയ്ക്കില്ലാതെ പോയി. ഇങ്ങനെയുള്ളവരാണ് ഒരു സമൂഹത്തിൻ്റെ ആകമാനമായ ധാർമ്മിക ബോധത്തെ ചെതല് തിന്നുന്നത് പോലെ തിന്ന് നശിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ ആണ് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായി കണ്ട് എട്ടും പൊട്ടും തിരിയാത്ത ക്രിസ്ത്യാനികൾ ഈച്ച ചക്രപ്പെട്ടിയുടെ പുറകെ പോകുന്നത് പോലെ ഈ വർഗത്തിൻ്റെ പുറകെ പോകുന്നത് എന്ന വിഷമം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ സാധാരണ ഉപയോഗിക്കാത്ത വാക്കുകൾ അറിയാതെ ഉപയോഗിച്ചു പോകാൻ നിങ്ങൾ ക്ഷമിക്കണം. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, യേശുവിൻ്റെ മേൽ നേരെ നോക്കിയവരാരും ലജ്ജിച്ചു പോയില്ല, അതുപോലെ മന്ത്രി ഗണേഷ് കുമാറിന് ലജ്ജിച്ചു പോകയില്ല. ലജ്ജയുള്ളവനല്ലേ ലജ്ജിക്കാനൊക്കത്തുള്ളൂ. ലജ്ജിക്കാതിരിക്കാൻ രണ്ട് മാർഗമുണ്ട്. ഒന്ന് തൊലിക്കട്ടി, മറ്റേത് നേരെ ഉള്ള വഴിയെ നടക്കുക. ഏത് വഴിയെ പോകണമെന്നാണ് ഈ കൊനഷ്ടൻ പാതിരി പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തലയ്ക്ക് ഏറ്റ ശേഷം നമ്മുടെ പ്രിയപ്പെട്ട നടനായ ഗണേഷ് കുമാർ ഏത് പാതയിലാണ് സഞ്ചരിച്ചത് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഭക്തി. ഇത് ഒരു പാസ്റ്ററുടെയോ 10 പാസ്റ്ററുടെയോ മാത്രം കയ്യിലിരിക്കുന്ന പരിപാടിയല്ല. ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ എല്ലാ സഭയിലുമുള്ള പാതിരിമാരും മെത്രാന്മാരും ഇതേ പണി ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് ഇത്രയും അഭിനയ പാഠവുമില്ല, സംഘടനാപരമായ ശക്തിയില്ല, മനഃശാസ്ത്രം ഹിപ്നോട്ടിസം പഠിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ പോലെയുള്ള വിജയം കൈവരിക്കാൻ സാധ്യമല്ല. എന്നാലും അവർക്ക് കിട്ടുന്ന അവസരം അനുസരിച്ച് അവരും ഈ കരിമരുന്ന് പ്രയോഗം നടത്താറുണ്ട് എന്നത് നമുക്കറിയാം. ഇനിയും നമ്മുടെ ട്രംപ് യുദ്ധത്തിൽ ജയിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വളരെ ആലോചിച്ച്, എന്താ ഇങ്ങനെ, ദൈവത്തിൻ്റെ ജോലി ഇതാണോ? ദൈവത്തിന് യുദ്ധവുമായിട്ട് എന്താണ് പങ്ക് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ
എനിക്ക് ഒരു ചെറിയ വീഡിയോ കാണാനില്ല, അത് ഞാൻ നിങ്ങളെ കാണിച്ചു കൊള്ളട്ടെ. അത് ഈ പെരിയാമ്പ്ര പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ വിശുദ്ധ സംസർഗം കുർബാന കഴിഞ്ഞ് ആളുകൾ ഭക്തിയുടെ പാരമ്യത്തിൽ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവർ എപ്രകാരം പരസ്പരം പെരുമാറും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. നിങ്ങൾ അല്പം ക്ഷമയോടെ ഈ വീഡിയോ കാണുക. സാഹചര്യത്തിൽ ഒരു മാസത്തേക്ക് ഇരിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇടവകയുടെ സമാധാനത്തിനും ഇടവകയിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണത്തിനുമാണ്. അതുകൊണ്ട് അഭിമന്യ തിരുമേനിയുടെ തിരുമേനി നിർദ്ദേശിച്ചത് ഞാൻ എൻ്റെ അപേക്ഷ തിരുമേനിയോട് സമർപ്പിച്ചപ്പോൾ തിരുമേനി അതിനുള്ള ഒരു മറുപടി നൽകുകയും അതിപ്രകാരമാണ് ഞാനത് മാറ്റിവെക്കുവാനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് കമ്മിറ്റി കൂടുമ്പോൾ, ഇന്നാണ് കമ്മിറ്റി കൂടുന്ന ദിവസം, എല്ലാം 2ാം ഞായറാഴ്ചയുമാണ് കമ്മിറ്റി കൂടുന്ന ദിവസം. അതുകൊണ്ട് ഇന്ന് അതിനുള്ള തീരുമാനം പുതുക്കി ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ പള്ളി ഈ 1934 മലങ്കര ഓർത്തഡോക്സ് സ്വകാര്യ സഭയുടെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്നതാണ്. സുപ്രീം കോടതി വരെ അംഗീകരിച്ചതാണ്. ഇതിന് വിരുദ്ധമായിട്ട് അച്ഛന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അച്ഛൻ അതിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി കൂടി 15 കമ്മിറ്റി അംഗങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ഈ ഞായറാഴ്ച വിളിച്ച് ലിസ്റ്റ് അടുത്ത ഞായറാഴ്ച പൊതുയോഗം തീരുമാനിച്ചത് ഇതില്ലെന്നുണ്ടെങ്കിൽ തിരുമേനിയുടെ ഒരു കമ്പനി അച്ഛൻ വായിക്കണം. അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ട് കാര്യം തന്നെയല്ല. നമ്മുടെ ഈ വർഷത്തിൽ നമ്മൾ ഒരു പൊതുയോഗം കൂടിയിട്ടുള്ളൂ. ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ മിനിമം 2 പൊതു ഭരണഘടനയിൽ എഴുതിയേക്കണ കാര്യമാണ്. തന്നെയല്ല, മാനേജിംഗ് കമ്മിറ്റി ഒരു തീരുമാനത്തെ വയലേറ്റ് ചെയ്യാൻ അച്ഛൻ അധികാരമില്ല. അതിനകത്ത് 34 ഭരണപ്രകാരമാണ് ആയിരിക്കണം. അച്ഛൻ അതിനകത്ത് ഒന്നും പറയാനല്ല. പറയാൻ ഇടവക്കാർ മൊത്തം അറിയട്ടെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കഴിഞ്ഞ ഇവിടെ പ്രാർത്ഥനയാവും നടന്നു. പ്രാർത്ഥനയാവും നടന്നിട്ട് അച്ഛനത്തെ സെന്റ് മേരീസ് സെക്രട്ടറി പറഞ്ഞാൽ അച്ഛൻ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ട് തെരഞ്ഞെടുക്കുകയാണ്. ഇവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കയില്ലല്ലോ. അച്ഛനോട് ആര് പറഞ്ഞു ഇവിടെ തെരഞ്ഞെടുക്കാനായിട്ട്? ഒരു കാര്യം പറയണ്ട, ഞാൻ പറഞ്ഞോട്ടെ. അച്ഛൻ കീഴ്വഴക്കയില്ല. ഞങ്ങൾ 2 വർഷമായിട്ട് ഒരു കീഴ്വഴക്കവും ഇല്ല. അച്ഛൻ കീഴ്വഴക്കമുണ്ടോ ശശിയോട് ഞങ്ങളോട് ചോദിക്കണം. അച്ഛൻ ഇവിടെ കലുഷിതമായ ഒരു കാര്യമാണ്. എന്ത് കലുഷിതം ഇവിടെ ഉള്ളത്? പിന്നെ അച്ഛൻ പറഞ്ഞില്ല ഇവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛനായിട്ടുണ്ടെങ്കിൽ സമാധാനമുള്ളൂ. ഇന്നത്തെ കവറിയില്ല. അച്ഛൻ അങ്ങനെ ഉണ്ടല്ലോ. അച്ഛൻ തൽക്കാലം ഇത്രയും കണ്ടാൽ മതിയാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഈ വിശുദ്ധ പള്ളിയിൽ, ഓർത്തഡോക്സ് പള്ളിയിൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നൊരു കൽപ്പന മാത്രമേ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുള്ളൂ എന്ന ആ ഒരു വലിയ ആത്മീയ ദർശനത്തിലാക്കി വച്ചിരിക്കുന്ന സഭയിലെ അംഗങ്ങൾ സ്നേഹത്തിൻ്റെ ആൾരൂപമായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് ആരാധന കഴിഞ്ഞപ്പോൾ ഉടൻ ചെയ്ത കലാപരിപാടിയാണ്. അതിൻ്റെ ഒരു അംശമാണ് നിങ്ങൾ കണ്ടത്.
എത്ര സമർത്ഥമായിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ എത്ര പ്രാഗൽഭ്യത്തോടു കൂടെയാണ് ഈ കത്തനാർ അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത്, അതിൻ്റെ കാരണഭൂതനായി പ്രവർത്തിക്കുന്നത്. ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായത് ഈ പള്ളിയിൽ ഇലക്ഷൻ നടക്കേണ്ടതാണ്. ഒരു കത്തനാർക്കും ഒരു മെത്രാനും ജനകീയ പ്രക്രിയകളോട് യാതൊരു സഹിഷ്ണുതയുമില്ല. അവർ രാജാക്കന്മാരും രാജാക്കന്മാരുടെ ഭൃത്യന്മാരുമാണ്. അതുകൊണ്ട് പള്ളിയിൽ ആരേത് സ്ഥാനത്തിരിക്കണമെന്ന മെത്രാനും കത്തനാരും കൂടെ തീരുമാനിക്കും. ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ അങ്ങനെ തിരഞ്ഞെടുപ്പ് മുഖാന്തരം അങ്ങനെ തീരുമാനിക്കാനുള്ള അവസരം ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് എന്നതാണ് ഇവിടെ നിലപാട്. അതുകൊണ്ട് ഈ പള്ളിയിൽ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ മിടുക്കനായതുകൊണ്ട് കാര്യം സാധിച്ചു. ആരേത് സ്ഥാനത്തായിരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിന് തക്കതായ കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്തത് പള്ളിയുടെ ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലായപ്പോൾ അവർ പ്രക്ഷുബ്ധമായതിനാൽ അവർ ആരാധനയ്ക്ക് തൊട്ടു ശേഷം പള്ളിയിൽ ആവിഷ്കരിച്ച ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തോട് പ്രതിഷേധിച്ചുകൊണ്ട് അച്ഛൻ്റെ വാല് പിടിച്ച് കിടക്കുന്ന ആളുകൾ എല്ലാ പള്ളിയിലും അങ്ങനെയാണല്ലോ. ഒരു സംഘം ആളുകൾ അച്ഛൻ്റെ മൂടുതാങ്ങികളും ബാക്കിയുള്ളവർ ആ മൂടുതാങ്ങികളെ എതിർക്കുന്നവരുമായിരിക്കും. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങ് കളിപ്പിക്കുക എന്നതാണ് കത്തനാരുടെ ഏറ്റവും വലിയ കഴിവ്. അങ്ങനെ അവരെ കുരങ്ങ് കളിപ്പിച്ചിട്ടാണ് സഭയെ കടിഞ്ഞാനിട്ട് നിർത്തുന്നത്. ഈ ജനം ഒരിക്കലും കണ്ണു തുറക്കാതെ അടിമകളെ നിൽക്കുകയും അവർ മെത്രാൻ്റെയും കത്തനാരുടെയും വിഴുപ്പ് ചുമക്കാൻ മാത്രം പിറന്നവരാണ് എന്ന വിധത്തിലായിത്തീരാൻ ഇപ്രകാരമുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ രസം. ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു, കുമായ്ക്ക് പിടിക്കുന്നു, പള്ളയ്ക്ക് താഴെ കുത്തുന്നു, കുണ്ടികൊണ്ട് മറ്റൊരുത്തിനെ തള്ളുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്നു, ആവശ്യമുള്ളവർ വന്നെ കൈമുത്തിക്കോളാൻ. നിങ്ങൾ ആവശ്യമുള്ളവരിപ്പോൾ എന്താ പറഞ്ഞേ, താറുടുത്ത് അടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനിടെ അച്ഛൻ പറയുന്നത് വന്ന് കൈമുത്തിക്കോളാം. ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങളുടെ അവസ്ഥ ഇതായിപ്പോയല്ലോ. പക്ഷേ ഇതാണ് ക്രിസ്തുവിൻ്റെ മാർഗമെന്നാണ് 99% ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് നോക്കുമ്പോഴാണ് സഹിക്കാൻ വയ്യ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വൈറ്റ് ഹൗസിൽ നടന്ന പ്രാർത്ഥനയെപ്പറ്റി കൂടുതൽ ബഹുമാനം വന്നു. അതുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഇറാൻ യുദ്ധത്തിൽ ട്രംപിന് വിജയം ഉറപ്പാക്കണം, അതാണ് യേശുവിൻ്റെ ജോലി എന്നും പറഞ്ഞ് ഒരു പൊട്ടൻ പാതിരി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് നാം ആരംഭിച്ചത്. അപ്പം അതിൻ്റെ യുക്തി എന്താണെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എല്ലാ സഭകളിലും തമ്മിൽ അടിപിടിയും തൊഴിയും ചീത്തവിളിയും വഴക്കും നിലനിർത്തുന്നതും അതിനെ വിശുദ്ധീകരിക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് എനിക്ക് ഇന്നാണ് തിരിച്ചറിയാനിടയായത്. യേശു മറ്റേതോ താല്പര്യത്തിലാണ് വന്നതും തന്റെ ദൗത്യം നിർവഹിച്ചത് എന്നൊരു തെറ്റിദ്ധാരണയിലാണ് ഈ ഉള്ളവൻ ഇതുവരെ നിന്നത്. എന്നാൽ ഇങ്ങനെയുള്ള തെളിവുകൾ അടിക്കടി വന്ന് കുവിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആ സങ്കല്പങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കേണ്ട നിർബന്ധം ഇപ്പോൾ പൊന്തി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആകെപ്പാടെ ചിന്തക്കുഴപ്പത്തിലാണ്. യേശു ആരാണ്? യേശുവിൻ്റെ ജോലി എന്താണ്? ദൈവത്തിൻ്റെ ജോലി എന്താണ്? ഇപ്പം ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ തലയിൽ കൈവച്ച് ഈ പൊട്ടൻ പാസ്റ്റർ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു എന്നാണ്. 23,000 വോട്ടിന് ജയിക്കുമെന്ന് യേശു എഴുതി കാണിച്ചു. യേശുവിൻ്റെ ജോലി ഇവിടുത്തെ വോട്ടിംഗ് അട്ടിമറിക്കുക. അതായത് ഗണേഷ് കുമാറിൻ്റെ എതിരാളികളായ സ്ഥാനാർത്ഥികളെ മുഴുവനും അവിടെ കാല് വാരി നിലത്തടിക്കുക. ഈ കേരളത്തിലെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഓടേണ്ടതിന് അത് ഡീസലില്ലാതെ പോലും ഓടിക്കാൻ കഴിവുള്ള, സ്വന്തം ഡീസലിൽ കേരളത്തിലെ എല്ലാ ബസ്സുകളും ഓടിക്കാൻ കഴിവുള്ള ഒരു മന്ത്രിയെ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായി ലഭിക്കണമെന്ന സതുദ്ദേശത്തോടുകൂടെ കർത്താവ് യേശുക്രിസ്തു ഇദ്ദേഹത്തിൻ്റെ എതിരാളികളെ എല്ലാ സ്ഥാനാർത്ഥികളെയും ഊതി പറപ്പിച്ചു കളഞ്ഞു എന്നാണ് ഈ പൊട്ടൻ പാർഷ് പറയുന്നത്. എത്രയോ 1000 പേരാണ് ഇയാളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ജനം ഇത്രമാത്രം പൊട്ടന്മാരായിപ്പോയത്? എങ്ങനെയാണ് ഇവർ അന്ധരായിപ്പോയത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സഭകളാണ്. ജനങ്ങളെ എട്ടും പൊട്ടും അറിയാൻ വയ്യാത്തവരായി വെറും അന്ധവിശ്വാസത്തിൻ്റെ അടിമകളായി കാത്തു സൂക്ഷിക്കുകയും അവരെ കറവ പശുക്കളെ പോലെ കെട്ടിയിടുകയും
അല്പം പോലും കണ്ണു തുറക്കുവാനോ ചിന്തിക്കുവാനോ വളരുവാനോ യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കുവാനോ ഉള്ള അവസരവും അവകാശവും സ്വാതന്ത്ര്യവും അവർക്ക് നൽകാതെ അവരെ മൃഗങ്ങളെ പോലെ വെച്ചിരിക്കുന്നത് കൊണ്ടല്ലേ ഈ നാറിയ അവസ്ഥയിൽ അവരായിപ്പോയത്. ഇതിൻ്റെ ഉത്തരവാദികൾ മെത്രാന്മാരും കത്തനാന്മാരുമാണ്. അല്ലെങ്കിൽ ജനം ഇപ്രകാരം മൃഗങ്ങളെക്കാൾ മോശം ആയ അവസ്ഥയിലാകുമായിരുന്നില്ല. യേശുവിനെ അറിയുന്നവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. കേരളത്തിലെ ക്രിസ്തീയ സമൂഹം അമ്പാടെ യേശുവിനെ മറന്നു എന്നതിൻ്റെ ഏറ്റവും ആത്യന്തികമായ തെളിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് വളരെ സങ്കടമാണ്. ഞാൻ അനുഭവത്തിൽ നിങ്ങളോട് പറയുകയാണ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വലിയ വലിയ മാഹാത്മ്യമുണ്ടെന്നും മറ്റുള്ളവരെക്കാളൊക്കെ മിടുക്കരാണെന്നും മെന്നന്മാരെന്നൊക്കെ നമ്മൾ പറഞ്ഞ് ക്രിസ്ത്യാനികൾ നടന്നു. ഇന്ന് കേരളത്തിലും ഭാരതത്തിലാകമാനവും ഏറ്റവും അധപ്പതിച്ച മതവർഗം ക്രിസ്ത്യാനികളാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇങ്ങനെ ഈ ഭ്രാന്തും പൊട്ടത്തരവും മൊണ്ണത്തരവും മാത്രം പറഞ്ഞും പ്രവർത്തിച്ചും നടക്കുന്ന ഒരു ജനം, അവരെ ആര് വിലമതിക്കണമെന്നാണ് പറയുന്നത്? ഈ നവമാധ്യമ യുഗത്തിൽ, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നടക്കുന്നതിൻ്റെ എല്ലാ അംശങ്ങളും കേരളത്തിലെ ഓരോ ജനവും ഭാരതത്തിലെ ഓരോ വ്യക്തിയും കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഈ വെറിക്കൂത്ത് മാത്രം ക്രിസ്തീയമായ ആത്മീയമായ പ്രവർത്തനമാണ് എന്ന സന്ദേശം ഭാരതത്തിൽ മുഴുവനും അനുദിനം പരത്തുകയും അതിനുശേഷം മറ്റുള്ളവരെ മതം മാറ്റം നടത്തുകയും ചെയ്യുന്നതിന് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ദയവായി ഉത്തരം പറയൂ, ചിന്തിക്കൂ. വളരെ അപകടമാണിത്, വളരെ അപകടമാണ്. ഇങ്ങനെയുള്ള കുറുക്കന്മാർ നമ്മുടെ മധ്യത്തിൽ ദൈവനാമത്തിന് നാണക്കേട് വരുത്തുവാൻ മാത്രം പണക്കൊതി കൊണ്ട്, തൊലിക്കട്ടി മാത്രം അവർക്ക് യോഗ്യതയുള്ളത് കൊണ്ട് ഇറങ്ങി ഊടാടി നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കോണിലിരുന്നു കൊണ്ട് സത്യത്തെപ്പറ്റി, സത്യം എന്താണ്, യേശു കാട്ടിത്തന്ന മാർഗം എന്താണ്, സത്യത്തിൻ്റെ വഴി എന്താണ് എന്ന് ചിന്തിക്കുവാനും അതിനെപ്പറ്റി അല്പം ശബ്ദമുണ്ടാക്കുവാനും നമുക്ക് ഏവർക്കും കടമയുണ്ട്. കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യമല്ല, ഒരു കാലഘട്ടമല്ല ഇത്. അന്ധകാരം ഭൂമിയിൽ മൂടുമ്പോൾ, കൂരിട്ട് ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ സാക്ഷികളായി നിൽക്കുവാനും പ്രവർത്തിക്കുവാനും വിളിച്ചാക്കപ്പെട്ടൊരു ജനത ഒരു ഉറക്കം തൂങ്ങിയാൽ അവർക്ക് ക്ഷമയുണ്ടാകുകയില്ല. ഇങ്ങനെയുള്ള കുറുക്കൻ പാസ്റ്റർമാർക്ക്, മറ്റുള്ളവരെ കളിപ്പിക്കുന്ന ഈ കള്ളന്മാർക്ക് ഒരുപക്ഷെ ക്ഷമ ലഭിച്ചെന്നിരിക്കും. സത്യം അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ച് തൊലിക്ക് പോറൽ വരാതിരിക്കാൻ മാത്രം മിണ്ടാതിരിക്കുന്ന ഈ സത്യക്രിസ്ത്യാനിയില്ലേ, അവനെ ഓർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രയാസം. ഏവർക്കും നന്ദി.